2024 ജൂലൈ 9 ചൊവ്വ. ഇന്ന് 1199 മിഥുനം 25. വാർത്തകൾ വായിക്കുന്നത് ജി രവി. നീറ്റ് UG ചോർച്ച ഉറപ്പിച്ച് സുപ്രീം കോടതി. പരീക്ഷ റദ്ദാക്കൽ അവസാന മാർഗം. ഹർജികൾ 11-ന് വീണ്ടും പരിഗണിക്കും. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷയിലെ ചോദ്യക്കടലാസ് ചോർച്ച സ്ഥിരീകരിച്ചതാണെന്നും ഇനി അറിയേണ്ടത് അതിൻ്റെ വ്യാപ്തിയാണെന്നും സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ എതിർപ്പുന്നയിച്ചെങ്കിലും പരീക്ഷയുടെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടായെന്ന കാര്യം സംശയാതീതമായി തെളിഞ്ഞെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിലയിരുത്തി. 24 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെടുന്ന പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കുകയെന്നത് അവസാനത്തെ വഴിയായി മാത്രമേ കാണാൻ കഴിയൂവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പുനഃപരീക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജികളിലെ വാദത്തിനിടെ കേന്ദ്ര സർക്കാരിനോടും ദേശീയ പരീക്ഷാ ഏജൻസിയോടും കോടതി ഒട്ടേറെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. മറുപടിക്ക് നാളെ വൈകിട്ട് വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. തുടർന്ന് ഹർജികൾ 11-ന് പരിഗണിക്കാനായി മാറ്റി കേസുകളിലെ തലസ്ഥിതി റിപ്പോർട്ട് നൽകാൻ CBIയോടും ആവശ്യപ്പെട്ടു. ചോദ്യക്കടലാസ് ചോർച്ച സംബന്ധിച്ച് ബീഹാറിലെ പട്നയിൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ഹർജിക്കാർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അത് അംഗീകരിച്ചില്ല. ചോർച്ച അന്വേഷണ പരിധിയിലാണെന്നും വാർത്താക്കുറിപ്പ് തങ്ങളുടേതല്ലെന്ന് അന്വേഷണ സംഘം തന്നെ വിശദീകരിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യക്കടലാസ് ചോർച്ചയുണ്ടായെന്ന വസ്തുത നിഷേധിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പുനഃപരീക്ഷ നടത്താൻ പോകുന്ന വ്യാപ്തി അതിനുണ്ടോ അതോ ഒറ്റപ്പെട്ടതാണോ എന്നാണ് ഇനി അറിയേണ്ടതെന്നും പറഞ്ഞു. ചോർച്ചയ്ക്കും പരീക്ഷയ്ക്കും ഇടയിലെ സമയവ്യത്യാസം ഹ്രസ്വമാണെങ്കിൽ വീണ്ടും പരീക്ഷയ്ക്കുള്ള സാഹചര്യം ഒഴിവാക്കാം. എന്നാൽ ഏത് രീതിയിലാണ് ചോർച്ച എന്നത് പരിഗണിക്കേണ്ടി വരും. ഇലക്ട്രോണിക് മാധ്യമം വഴിയോ സമൂഹ മാധ്യമം വഴിയോ ആണെങ്കിൽ വീണ്ടും പരീക്ഷ നടത്തേണ്ടി വരും. കാരണം ആ സാഹചര്യത്തിൽ ചോർച്ച വ്യാപകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പമുണ്ട് മണിപ്പൂരിൽ പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മണിപ്പൂർ സന്ദർശിച്ച് രാഹുൽ ഗാന്ധി. രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമിട്ട മണിപ്പൂരിൻ്റെ മണ്ണിലേക്ക് മനുഷ്യ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തി. മണിപ്പൂരിലെ സ്ഥിതി മാറിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വീണ്ടും എത്തിയതെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നത് വേദന ഉളവാക്കുന്നുവെന്ന് പറഞ്ഞ രാഹുലിൻ്റെ മുന്നിൽ കലാപത്തിൻ്റെ ഇരകൾ ദുരിതത്തിൻ്റെ കെട്ടഴിച്ചു. കുക്കി മെയ്തൈ മേഖലകളിലെത്തിയ രാഹുലിനെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഒരു സഹോദരൻ എന്ന നിലയിലും മണിപ്പൂർ ജനതയെ സഹായിക്കാൻ എപ്പോഴും തയ്യാറാണ്. എത്ര തവണ വേണമെങ്കിലും ഇവിടെ എത്താം. സർക്കാരും രാജ്യസ്നേഹികളും മണിപ്പൂരിലെ ജനങ്ങൾക്ക് സ്നേഹാശ്ലേഷം നൽകണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. കലാപം കൈകാര്യം ചെയ്ത രീതിക്കെതിരെയുള്ള പ്രതിഷേധം ഗവർണറെ അറിയിച്ചെങ്കിലും ഇക്കാര്യം രാഷ്ട്രീയവൽക്കരിക്കുന്നില്ലെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടു. 200-ലേറെ പേർ കൊല്ലപ്പെടുകയും 1,00,000-ലധികം പേർ ഭവനരഹിതരാവുകയും ചെയ്ത കലാപം ആരംഭിച്ചിട്ട് 14 മാസമായെങ്കിലും ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനം സന്ദർശിച്ചിട്ടില്ല. കലാപം ആരംഭിച്ച ശേഷമുള്ള രാഹുലിൻ്റെ 3ാമത്തെ മണിപ്പൂർ സന്ദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് മണിപ്പൂർ അസം അതിർത്തിയിലെ ജിരിബാമിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ നടന്ന വെടിവെപ്പ് ആശങ്കയുണ്ടാക്കി 2 പേർ പിടിയിലായിട്ടുണ്ട്. അസമിലെ കച്ചാർ ജില്ലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷമാണ് രാഹുൽ മണിപ്പൂർ കലാപത്തിൻ്റെ ഇരകൾ താമസിക്കുന്ന ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത്. തുടർന്ന് ചുരാചന്ദ്പൂരിലെയും ബിഷ്ണുപൂരിലെയും മെയ്റാങ്ങിലെയും ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ചു. പ്രധാനമന്ത്രി മോസ്കോയിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടി ഇന്ന്. പുടിനും പങ്കെടുക്കും. ഇന്ത്യ റഷ്യ 22ാം വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തി. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് മോദി റഷ്യ സന്ദർശിക്കുന്നത്. വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മൻഡുറോവ് മോദിയെ സ്വീകരിച്ചു. ഇന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രതിനിധികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തും. 2019-ലാണ് മോദി ഒടുവിൽ മോസ്കോ സന്ദർശിച്ചത്. വ്യാപാരം, സുരക്ഷ, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. ഉക്രൈൻ യുദ്ധത്തിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതിനു പുറമെ നിലവിൽ റഷ്യൻ സേനയിൽ ജോലിയെടുക്കുന്നവരുടെ മടക്കം ഉറപ്പാക്കാനും ശ്രമിക്കും. മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിനും സ്ഥിരതയ്ക്കും വേണ്ടി പിന്തുണയ്ക്കുമെന്നും മോദി പറഞ്ഞു.
2021 ഡിസംബർ 6 ഡൽഹിയിൽ നടന്ന കഴിഞ്ഞ ഇന്ത്യ-റഷ്യ ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുത്തിരുന്നു. ഉച്ചകോടിക്ക് ശേഷം മോദി ഓസ്ട്രേലിയയ്ക്ക് തിരിക്കും. ഫ്രാൻസിൽ ഇടതുസഖ്യം സഭ ത്രിശങ്കു. പ്രസിഡന്റ് മാക്രോയ്ക്ക് തിരിച്ചടി, തീവ്ര വലതുപക്ഷം മൂന്നാമത്. 2 ഘട്ടമായി നടന്ന ഫ്രഞ്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ രാജ്യത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം. അപ്രതീക്ഷിത മുന്നേറ്റത്തിലൂടെ ഇടതുപക്ഷ സഖ്യം ഒന്നാമതെത്തി. ആദ്യഘട്ടത്തിൽ ഒന്നാമതായിരുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നിലവിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയുടെ മധ്യപക്ഷ സഖ്യം 2ാമതെത്തി. പാരീസ് ഒളിമ്പിക്സിന് തിരശ്ശീല ഉയരാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിന് തൽക്കാലം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ ഗബ്രിയേൽ അത്താലിനോട് പ്രസിഡന്റ് മക്രോ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അത്താൽ രാജി നൽകിയിരുന്നു. ലഭ്യമായ ഫലമനുസരിച്ച് 577 അംഗ പാർലമെൻറ്റിൽ ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടിന് 182 സീറ്റുണ്ട്. മക്രോയുടെ സഖ്യത്തിന് 166 സീറ്റ്. മരീൻ ലേപ്പനിൻ്റെ നാഷണൽ റാലിക്ക് 143, കേവല ഭൂരിപക്ഷത്തിന് 289 സീറ്റ് വേണം. ഇടതു സഖ്യമായ NFP തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. നാഷണൽ റാലിയെ ചെറുക്കാൻ 2ാം ഘട്ട വോട്ടെടുപ്പിന് മുൻപ് മാക്രോയുമായി ധാരണയുണ്ടാക്കിയെങ്കിലും ഒരുമിച്ച് ഭരിക്കണോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യമായിട്ടില്ല. തിരുവാമ്പാടി സംഭവം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് KSEB ജീവനക്കാർ. KSEB ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്നത് ജനാധിപത്യ വിരുദ്ധവും നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമാണെന്ന് ജീവനക്കാർ. KSEBയുടെ വിവിധ യൂണിറ്റുകളിലെ യൂണിയനുകൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. KSEB ഓഫീസ് പരിസരത്ത് ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. പ്രശ്നമുണ്ടെങ്കിൽ പരാതി നൽകുകയോ നിയമവഴി സ്വീകരിക്കുകയോ ചെയ്യണം. KSEBയുടെ പല ഓഫീസുകളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും പൊതുജനത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമെന്ന നിലയിൽ അതെല്ലാം അവഗണിക്കുകയാണ് പതിവ്. പക്ഷേ തിരുവാമ്പാടിയിലുണ്ടായത് ക്രൂരമായ നടപടിയാണെന്നും ഇത്തരം അക്രമികളെ ഒറ്റപ്പെടുത്തണമെന്നും വിശദീകരണ യോഗത്തിൽ ജീവനക്കാർ ആവശ്യപ്പെട്ടു. കരുവന്നൂർ ED പിടിച്ചെടുത്ത ഫയലുകളിൽ തീരുമാനം. ഫയലുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ഹൈക്കോടതി. ഫയലുകൾ വിട്ടു നൽകാനാവില്ലെന്ന ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതായത് ED പിടിച്ചെടുത്ത ഫയലുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ PMLA കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഫയലുകൾ പരിശോധനയ്ക്ക് ലഭിച്ചാൽ 2 മാസത്തിനുള്ളിൽ തിരുവനന്തപുരം, തൃശൂർ ഫോറൻസിക് അധികൃതരും തിരുവനന്തപുരം ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയും രേഖകളുടെ പരിശോധന പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് K. ബാബു നിർദ്ദേശിച്ചു. ഫയലുകൾ വിട്ടു നൽകാനാവില്ലെന്ന PMLA കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി യഥാർത്ഥ രേഖകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കേണ്ടത് അനിവാര്യമാണെന്ന് കണക്കിലെടുത്താണ് ഉത്തരവിട്ടത്. ED കോടതിയിൽ നൽകിയ 90 രേഖകൾ കൈമാറണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യം. ഈ രേഖകൾ ഫോറൻസിക് ലാബിലേക്ക് അയക്കാനാണെന്നും ഒപ്പുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. വായ്പയുമായി ബന്ധപ്പെട്ട് 2022 ഓഗസ്റ്റ് 25-ന് ED 162 ഫയലുകൾ പിടിച്ചെടുത്തിരുന്നു. ജപ്തി ചെയ്ത ഭൂമി ഉടമയ്ക്ക് തിരിച്ചെടുക്കാം ബിൽ പാസായി. കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത് ഏകകണ്ഠമായി. ഏത് സ്ഥാപനത്തിൻ്റെ ജപ്തി നടപടികൾ നേരിടുന്നവർക്കും പിഴപ്പലിശയിൽ ഇളവ് ലഭിക്കുന്നതിനും പിടിച്ചെടുത്ത ഭൂമി തിരിച്ചെടുക്കാൻ അവസരം നൽകുന്നതിനുമുള്ള കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ നിയമസഭ ഏകകണ്ഠമായി പാസാക്കി. ഇനി എല്ലാത്തരം ജപ്തി നടപടികളിലും സർക്കാരിന് ഇടപെടാൻ സാധിക്കും. ജപ്തിയിൽ പിടിച്ചെടുക്കുന്ന ഭൂമി ലേലത്തിലെടുക്കാൻ ആരും തയ്യാറായില്ലെങ്കിൽ 1 രൂപ നിരക്കിൽ സർക്കാർ ഏറ്റെടുക്കും. 5 വർഷത്തിനകം കുടിശ്ശിക തിരിച്ചടച്ച് ഉടമയ്ക്ക് ഈ ഭൂമി തിരിച്ചെടുക്കാൻ നിയമം അവസരം നൽകുന്നുണ്ട്. ഈ കാലാവധിക്കുള്ളിൽ ഉടമ മരിച്ചാൽ അവകാശിക്ക് ഭൂമി ഏറ്റെടുക്കാൻ അവസരം നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ആവശ്യം ബില്ലിൽ ഉൾപ്പെടുത്തി. ജപ്തി നടപടിക്ക് കാരണമാകുന്ന വായ്പാ കുടിശ്ശികയിൽ 25,000 രൂപ വരെ തഹസിൽദാറിനും 1 ലക്ഷം രൂപ വരെ കലക്ടർക്കും 5 ലക്ഷം രൂപ വരെ റവന്യൂ മന്ത്രിക്കും 10 ലക്ഷം രൂപ വരെ ധനമന്ത്രിക്കും 20 ലക്ഷം വരെ മുഖ്യമന്ത്രിക്കും അതിനു മുകളിലുള്ള തുകയ്ക്ക് സംസ്ഥാന സർക്കാരിനും തിരിച്ചടവിന് ഇളവ് അനുവദിക്കാം. പിഴപ്പലിശ 12% നിന്ന് 9% കുറയും. ഭിന്നശേഷി ദൃശ്യമാധ്യമങ്ങൾക്ക് കർശന മാർഗരേഖയുമായി സുപ്രീം കോടതി.
ഭിന്നശേഷിക്കാരെക്കുറിച്ചുള്ള മോശം പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല എന്നതടക്കം ദൃശ്യമാധ്യമങ്ങൾക്കായി സുപ്രീം കോടതി മാർഗരേഖ പുറപ്പെടുവിച്ചു. ഇത്തരം പദപ്രയോഗങ്ങൾ വിവേചനം സൃഷ്ടിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. സോണി പിക്ചേഴ്സിൻ്റെ ആക്മി ചോലി സിനിമയ്ക്കെതിരെ നിപുൽ മൽഹോത്ര നൽകിയ ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് മാർഗരേഖ ഇറക്കിയത്. ഭിന്നശേഷിക്കാരെ മാന്യമല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചെന്നായിരുന്നു പരാതി. പഴഞ്ചൻ രീതികൾ വെച്ചുള്ള ചിത്രീകരണവും പ്രയോഗങ്ങളും ഭിന്നശേഷിയുള്ളവരുടെ അന്തസ്സിനെ ബാധിക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പീഡിതർ, അവശർ, ഇര തുടങ്ങിയ വാക്കുകൾ ഒഴിവാക്കണം. ശാരീരികാവസ്ഥ ചിത്രീകരിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന പ്രതീകാത്മക ചിത്രങ്ങളുടെ കാര്യത്തിൽ ജാഗ്രത വേണം. ഉദാഹരണത്തിന്, നിശാന്തത പോലുള്ള അവസ്ഥ തെറ്റിദ്ധാരണാജനകമായി ചിത്രീകരിക്കുന്നത് സ്ഥിതി ഗുരുതരമാക്കും. ഭിന്നശേഷിക്കാർ നേരിടുന്ന തടസ്സങ്ങൾ ശരാശരി ആളുകൾക്കറിയില്ല. ദൃശ്യമാധ്യമങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കണം. ഭിന്നശേഷിക്കാരുടെ വെല്ലുവിളികൾ മാത്രമല്ല, അവരുടെ വിജയങ്ങൾ, കഴിവുകൾ, സമൂഹത്തിനുള്ള സംഭാവനകൾ എന്നിവയും പ്രദർശിപ്പിക്കണം. കാഴ്ച പരിമിതിയുള്ളവർ വഴിയിലെ വസ്തുക്കളിൽ ചെന്നിടിക്കുന്നത് പോലെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല. എഴുത്തുകാർ, നിർമ്മാതാക്കൾ തുടങ്ങി ദൃശ്യമാധ്യമ ഉള്ളടക്കം സൃഷ്ടിക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ശുഭദിനം. നന്ദി.